ഒരിക്കൽ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ആത്മീയതയുടെ ചൈതന്യം പ്രാപിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ഫാത്തിമയിലെ ഇടയ ബാലൻ ഫ്രാൻസിസ്കോ മാർത്തയുടെ ജീവിതം ആധുനിക ലോകത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. 1917 പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് ഒരു വർഷം മുമ്പ് 1916 സമാധാനത്തിന് മാലാഖ നൽകിയ സന്ദേശങ്ങളും ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി വിശുദ്ധിയിലേക്ക് ഉയർന്ന കൊച്ചു ഫ്രാൻസിസ്കോയുടെ ജീവിതവുമാണ് ആധുനിക വിശ്വാസികൾക്ക് വലിയ പ്രചോദനമാകുന്നത്. 1916 വസന്തകാലത്താണ് ഫാത്തിമയിലെ അൽജസ്ട്രയിനടുത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 കുട്ടികൾക്ക് മുൻപിൽ സമാധാനത്തിന്റെ മാലാഖ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. മഞ്ഞിനേക്കാൾ വെളുത്ത രൂപത്തിലുള്ള മാലാഖ ദൈവത്തെ ആരാധിക്കാനും അവിടുത്തെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കാനുമുള്ള പ്രാർത്ഥന കുട്ടികളെ പഠിപ്പിച്ചു. എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു എന്ന മാലാഖയുടെ പ്രാർത്ഥന ഇന്നും ലോകമെങ്ങും വിശ്വാസികൾ ഏറ്റുചൊല്ലുന്നു. തുടർന്നുള്ള ദർശനങ്ങളിൽ പാപികൾക്കായി പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും പരിശുദ്ധ കുർബാനയോട് അഗാധമായ ഭക്തി പുലർത്താനും മാലാഖ കുട്ടികളെ ആഹ്വാനം ചെയ്തു. പിൽക്കാലത്ത് മാതാവ് നൽകാനിരുന്ന വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ കുട്ടികളെ പ്രാപ്തരാക്കിയ ആത്മീയ അടിത്തറയായിരുന്നു ഈ ദർശനങ്ങൾ. മാതാവിനെ ദർശിച്ച 3 കുട്ടികളിൽ ഏറ്റവും ശാന്തനും ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നവനുമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്കോ. മാതാവിന്റെ കരങ്ങളിൽ നിന്ന് പുറപ്പെട്ട സ്വർഗീയ പ്രകാശത്തിൽ ദൈവം മനുഷ്യരുടെ പാപങ്ങളോർത്ത് അതിയായി ദുഃഖിച്ചിരിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദേവാലയത്തിലെ സക്രാരിയിലുള്ള യേശുവിനെ മറഞ്ഞിരിക്കുന്ന യേശു എന്നാണ് ഫ്രാൻസിസ്കോ വിളിച്ചിരുന്നത്. മറ്റുള്ളവർ സ്കൂളിൽ പോകുമ്പോൾ അവൻ പള്ളിയിൽ തന്നെ തങ്ങി. നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ ഇവിടെ ഇരുന്ന് മറഞ്ഞിരിക്കുന്ന യേശുവിനെ ആശ്വസിപ്പിച്ചുകൊള്ളാം എന്നായിരുന്നു അവന്റെ നിലപാട്. മണിക്കൂറുകളോളം സക്രാരിക്ക് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് സങ്കടപ്പെടുന്ന ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു ആ 10 വയസ്സുകാരന്റെ ജീവിത ദൗത്യം. ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷത അവൻ തന്റെ ജീവിതത്തിൽ ഒരേയൊരു തവണ മാത്രമാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്നതാണ്. സ്പാനിഷ് ഇൻഫ്ലുവൻസ ബാധിച്ച് മരണക്കിടക്കയിലായ അവൻ 1919 ഏപ്രിൽ 3 ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ആ നിമിഷം തന്റെ സഹോദരി ജസീന്തയോട് അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നേക്കാൾ സന്തോഷവാനാണ്, കാരണം മറഞ്ഞിരിക്കുന്ന യേശു ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഒരൊറ്റ കുർബാന സ്വീകരണത്തിലൂടെ ലഭിച്ച കൃപ മതിയായിരുന്നു അവന് പുഞ്ചിരിയോടെ മരണത്തെ പുൽകാൻ. അടുത്ത ദിവസം തന്നെ അവൻ ഇഹലോകവാസം വെടിഞ്ഞു. വലിയ പ്രസംഗങ്ങളോ പ്രവൃത്തിയോ അല്ല, മറിച്ച് നിശബ്ദമായ സാന്നിധ്യവും സ്നേഹവുമാണ് ദൈവത്തിന് വേണ്ടതെന്ന് ഫ്രാൻസിസ്കോ പഠിപ്പിച്ചു. നാം എത്ര തവണ കുർബാന സ്വീകരിക്കുന്നു എന്നതിനേക്കാൾ എത്രത്തോളം ഒരുക്കത്തോടെ നാം യേശുവിനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം. ഫെബ്രുവരി 20 ഈ കൊച്ചു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സമാധാനത്തിന്റെ മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥനയും ഫ്രാൻസിസ്കോയുടെ ഹൃദയ സ്നേഹവും ആധുനിക മനുഷ്യനെ ആത്മീയതയുടെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുന്നു.